ജോലിസ്ഥലം, നൈപുണ്യം, തൊഴിൽ പരിചയം തുടങ്ങിയവ മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർ പട്ടികയിലെ പുനർപരിശോധനയ്ക്കിടെ വ്യക്തികളുടെ പൗരത്വത്തിൽ സംശയം തോന്നിയാൽ നടപടികളിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ അധികാരം. ജൂണിൽ പുറപ്പെടുവിപ്പിച്ച കമ്മീഷൻ ഉത്തരവിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ പുനർപരിശോധനയ്ക്കിടെ വ്യക്തികളുടെ പൗരത്വത്തിൽ സംശയം തോന്നിയാൽ നടപടികളിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ അധികാരം. ജൂണിൽ പുറപ്പെടുവിപ്പിച്ച കമ്മീഷൻ ഉത്തരവിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകിയിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസ് വിചിത്രമായ ഒന്നാണെന്ന് അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വാദം തുടരുമ്പോഴാണ് മനു അഭിഷേക് സിംഗ്വി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് വേണ്ടിയാണ് മനു അഭിഷേക് സിംഗ്വി ഹാജരായത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു തന്റെ വാദങ്ങൾ അവതരിപ്പിച്ച ശേഷമാണ് സിംഗ്വി എതിർവാദം തുടങ്ങിയത്. ഇത് വിചിത്രമായ കേസാണെന്നും സ്വത്തിന്റെ ഉപയോഗമോ ഇടപാടോ ഇല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണെന്ന് വിചിത്രമാണെന്ന് സിംഗ്വി വാദിച്ചു. സോണിയാഗാന്ധിയും കുടുംബവും നാഷണൽ ഹെറാൾഡ് പ്രസാധക സ്ഥാപനമായ അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നതാണ് EDയുടെ വാദം. ബീഹാറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയുടെ ആദ്യഘട്ടം പൂർത്തിയായി. പരിശോധനയ്ക്കായി ബൂത്ത് തല ഓഫീസർമാർ ആദ്യഘട്ടം സന്ദർശനം പൂർത്തിയായപ്പോൾ 1.5